Welcome to MrUnboxTravel. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ റിവ്യൂ ആണ്. അപ്പോൾ അതേതാണ് ഫോൺ എന്ന് പറഞ്ഞാൽ Xiaomiയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ഒന്നായ Mi11 5Gയുടെ ക്യാമറ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗും ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഇവിടെ ഐകാർഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു ഫോണിന്റെ ക്യാമറ പെർഫോമൻസ് ആണ്. ഫോട്ടോസും വീഡിയോസും ഉൾപ്പെടെയുള്ള എല്ലാ റിവ്യൂസും ഞാൻ ഇതിൽ മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ഫോൺ Mi11. 3 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസ്, f1.85 ആണ് ഇതിൻ്റെ അപ്പാച്ചർ വരുന്നത്. 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, f2.4 ആണ് അപ്പാച്ചർ. 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ്, f2.4 ആണ് ഇതിൻ്റെയും അപ്പാച്ചർ വരുന്നത്. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ 20 മെഗാ പിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. f2.2 ആണ് ഇതിൻ്റെ അപ്പാച്ചർ വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു Mi11ൻ്റെ പ്രൈമറി ലെൻസിലൂടെ എടുത്ത ഫോട്ടോസ് പരിശോധിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് ഔട്ട്പുട്ടാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചത്. വളരെ ഷാർപ്പായിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള കളറും കാണുന്നുണ്ട്. ചില ഫോട്ടോസിൽ അല്പം സാച്ചുറേറ്റഡ് ആണെങ്കിലും ഓൾമോസ്റ്റ് സമയത്ത് നമുക്ക് അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സാണ് കിട്ടിയത്. അപ്പം പ്രൈമറി ലെൻസിൽ എടുക്കുന്ന ഫോട്ടോസ് അത്യാവശ്യം വളരെ മികച്ച രീതിയിൽ തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി 108 മെഗാ പിക്സൽ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആ ഒരു പ്രൈമറി ലെൻസിലെടുത്ത ഫോട്ടോസിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം സൂം ചെയ്ത് കഴിഞ്ഞാൽ പോലും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്കിതിൽ 108 മെഗാ പിക്സലിൽ എടുത്ത ഫോട്ടോസിൽ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അൾട്രാ വൈഡിലെടുത്ത ഫോട്ടോസ് പരിശോധിക്കുകയാണെങ്കിൽ 123 ഡിഗ്രിയാണ് ഇതിൻ്റെ വൈഡ് വരുന്നത്, അൾട്രാ വൈഡ്. അപ്പോൾ അത്യാവശ്യം ഒരു വ്യൂ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം വൈഡായിട്ട് തന്നെ, വളരെ വൈഡ് എന്നല്ല എങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വൈഡായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൺ അതുപോലും 13 മെഗാ പിക്സലാണ്. ഞാൻ കുറച്ച് സാമ്പിൾസ് ഇതിൻ്റെ കൂടെ കൊടുക്കാം. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഫോട്ടോസും നല്ല കളേഴ്സൊക്കെയാണ് അൾട്രാ വൈഡിലെടുത്തതും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം വൈഡായിട്ട് തന്നെ നമുക്കിതിലൂടെ വീഡിയോസും അതുപോലെ ഫോട്ടോസൊക്കെ അൾട്രാ വൈഡിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ മൂന്നാമത്തെ ലെൻസ് എന്ന് പറയുന്നത് മാക്രോ ലെൻസാണ്. 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസാണ്. അപ്പോൾ അതിൽ നിന്നെടുത്ത 1-2 ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. എനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വളരെ ക്വാളിറ്റിയിൽ നമുക്കിതിൽ മാക്രോ ഷോട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇവൻ ചെറിയൊരു ഡോട്ട് പോലും നമുക്കിതിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സാമ്പിൾസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ എടുത്ത ഒരു ഇലയുടെ ഫോട്ടോ ആണെങ്കിലും ഈ പൂവിൻ്റെ ഫോട്ടോ ഒക്കെ ആണെങ്കിലും വളരെ ഷാർപ്പായിട്ട് നമുക്കിത് സൂം ചെയ്താൽ പോലും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഇലയിലുള്ള ഓരോരോ ചെറിയ ചെറിയ കണികകൾ പോലും നമുക്കിതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പിറകിലെ ക്യാമറ നോക്കുമ്പോൾ ഓവറോൾ പ്രൈമറി ആണെങ്കിലും അൾട്രാ വൈഡ് ആണെങ്കിലും ഈവൻ മാക്രോ ആണെങ്കിലും മൂന്നും നമുക്ക് ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫോട്ടോസാണ് ഈ ഒരു 3 ലെൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഫോണിൻ്റെ മാക്സിമം സൂം കപ്പാസിറ്റി എന്ന് പറയുന്നത് 30x സൂമാണ്. അപ്പോൾ എനിക്ക് 1x, 2x, 5x, 10x വരെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ, അത്യാവശ്യം 10x എടുത്താൽ പോലും നമുക്ക് അത്യാവശ്യം ഒരു റീഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള ഫോട്ടോ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ഫോണിൽ എടുക്കുന്ന നൈറ്റ് മോഡ് ഫോട്ടോസ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഇരുണ്ട സ്ഥലത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അത്യാവശ്യം ഒരു നല്ലൊരു വെളിച്ചത്തോട് കൂടിയിട്ടുള്ള ഒരു ഫോട്ടോസ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ 1-2 സാമ്പിൾസ് കൊടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ക്വാളിറ്റി നമുക്കിതിൽ കാണുന്നുണ്ട്. ഒരല്പം വെളിച്ചം നമുക്ക് സപ്പോർട്ടിനുണ്ടെങ്കിൽ നമുക്ക് വളരെ ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെ നൈറ്റ് മോഡിൽ എടുക്കാനും സാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഈ ഒരു ഫോണിൽ കാണാൻ സാധിച്ചത്. ഇനി നമ്മൾ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താൽ 20 മെഗാ പിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ കൂടെ കൊടുക്കാം. എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ഡീറ്റെയിൽ ആയിട്ട് അത്യാവശ്യം ഓരോരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു സെൽഫി ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് ഔട്ട്പുട്ടാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് സെൽഫിയിലെ ഫോട്ടോ സൈഡിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. വലിയ എടുത്തു പറയത്തക്ക വലിയ കുറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പെർഫെക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്യാവശ്യം നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണിലൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഈ Mi11ലെ സെൽഫി ക്യാമറയിലും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ വീഡിയോ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോ സെക്ഷനിലുള്ള ഒരു ഫീച്ചറാണ് നമ്മുടെ മാജിക് സൂം എന്ന് പറയുന്നത്. അതായത് മോറിൽ പോവുക, അവിടെ മൂവി എഫക്റ്റിൽ കാണാൻ സാധിക്കും മാജിക് സൂം. അപ്പോൾ അതെന്താണ് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ സാമ്പിൾ കൊടുക്കാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരല്പം കൗതുകമുണർത്തുന്ന ഒരു ഫീച്ചർ തന്നെയാണ്
ഈ ഒരു മാജിക് സൂം എന്ന് പറയുന്ന ഫീച്ചർ. എനിവേ അതുകൂടാതെ നൈറ്റ് വീഡിയോ കൂടി നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പൊതുവേ നമ്മൾ നൈറ്റ് മോഡിൽ അധികവും നമുക്ക് ഫോട്ടോസാണ് എടുക്കാൻ സാധിക്കുക. അപ്പം വളരെ അപൂർവം ഫോണുകളിലെ ആ ഒരു വീഡിയോ ഫെസിലിറ്റി കൂടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൽ നൈറ്റ് മോഡിൽ വീഡിയോ കൂടി ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വീഡിയോ ഔട്ട്പുട്ട് നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. ഞാൻ സാമ്പിൾ കൊടുക്കാം. നോർമൽ മോഡിലെടുത്ത വീഡിയോയും അതിൻ്റെ കൂടെ നമുക്ക് രാത്രി നൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ടുള്ള വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഡിഫറൻറ്റ് മനസ്സിലാവും എത്രത്തോളം ബെറ്ററായിട്ട് നമുക്ക് നൈറ്റ് മോഡിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നത്. അപ്പോൾ പിറകിലെ ക്യാമറ വെച്ചിട്ട് എടുക്കുന്ന 1-2 വീഡിയോ ഫുട്ടേജ് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും എത്രത്തോളം നല്ല രീതിയിലുള്ള വീഡിയോ ഫുട്ടേജാണ് പിറകിലെ ക്യാമറ വെച്ചിട്ട് നമുക്കിതിലൂടെ എടുക്കാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ച്. സോ ഇതാണ് MIയിലെ 8K വീഡിയോ, 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കുക സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ എത്രയുണ്ടെന്ന്. 8Kയിൽ തന്നെ നമുക്ക് 24 ഫ്രെയിം സെക്കൻഡ് കൂടി നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനിമേ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് 8Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. കളർഫുൾ ആയിട്ടുള്ളൊരു വിഷ്വൽ എന്നാണ് ഏകദേശം കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളി. സ്റ്റെബിലൈസേഷൻ എനിക്ക് തോന്നുന്നു 4K വീഡിയോയിലുള്ള ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണ് അത് ഫീൽ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളി. ഇത് MI11 എടുക്കുന്ന 4Kയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. വെരി സ്മൂത്ത് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വിഷ്വലാണ് എനിക്ക് ഈ ഒരു ഡിസ്പ്ലേയിലൂടെ കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ സൗണ്ട് ക്വാളിറ്റി, സ്റ്റെബിലൈസേഷനൊക്കെ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം വളരെ നല്ല രീതിയിലുള്ളൊരു വിഷ്വൽ ഔട്ട്പുട്ടാണ് 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് MI11 അൾട്രാ വൈഡ് ലെൻസ് വെച്ചിട്ടുള്ള വീഡിയോ. അത്യാവശ്യം നല്ല വൈഡായിട്ടൊന്ന് കാണാൻ കഴിയുന്നുണ്ട്. 0.6x ആണ് ഇതിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. വളരെ വൈഡായിട്ടുള്ള വിഷ്വൽ തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റെബിലൈസേഷൻ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കൂടെ ഒന്ന് ചെക്ക് ചെയ്തോളി. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ഇതിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അതിൻ്റെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രീതിയിലുള്ള വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ആളുകൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളും അതുപോലെ ദോഷങ്ങളും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും ഷൂട്ട് ചെയ്യുന്നത്. ഇനി സെൽഫി ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ ഫുൾ HDയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. 4K ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ക്വാളിറ്റി അത്യാവശ്യം എനിക്ക് സാറ്റിസ്ഫൈഡ് തന്നെയാണ്. നല്ല രീതിയിലുള്ള വീഡിയോ ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയൊരു മൈനസായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ സ്റ്റെബിലൈസേഷനാണ്. നമ്മൾ നടന്നുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒരല്പം ഷെയ്ക്കിങ് തന്നെ എനിക്ക് വീഡിയോയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ കൊടുക്കാം, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പം ഒരു ചെറിയൊരു നടക്കുമ്പോൾ ഒരു ചെറിയൊരു ഷെയ്ക്കിങ് എനിക്ക് ഈ ഒരു ഫോണിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു യൂണിറ്റിൻ്റെ ഇഷ്യൂ ആണോ ഇനി സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ആ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ വീഡിയോയുടെ ക്വാളിറ്റി പരിശോധിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റിയാണ് ഫ്രണ്ട് സെൽഫി ക്യാമറ വഴി നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു MI11 സംബന്ധിച്ചിടത്തോളം എനിക്ക് റിയർ ക്യാമറ വെച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളിലൊക്കെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്കിതിലൂടെ പിറകിലെ ക്യാമറ വെച്ചിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് തന്നെ എനിക്ക് ഈ ഒരു സെൽഫി ക്യാമറ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സെൽഫി ക്യാമറയിലെ ഫോട്ടോസൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ല ക്വാളിറ്റി ഫോട്ടോസാണ് ലഭിക്കുന്നത്. പക്ഷേ വീഡിയോസായിട്ട് എടുക്കുമ്പോൾ നമുക്ക് 4K ഇല്ല, അതൊരു ചെറിയൊരു മൈനസാണ്. അതിനോടൊപ്പം തന്നെ സ്റ്റെബിലൈസേഷൻ എനിക്കത്ര ഒരു പെർഫോമൻസ് എനിക്കിതിൽ ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്യാമറ റിവ്യൂ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ പറയുക. ടെക് സംബന്ധമായ സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം വീഡിയോസും ചാനലും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന് പ്രതീക്ഷയുടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.